കടലിൽ ബോട്ട് തകർന്നതായുള്ള അഭ്യൂഹം ആലപ്പുഴയെ മണിക്കൂറുകളോളം ഭീതിയിലാഴ്ത്തി. ആലപ്പുഴ കടൽപ്പാലത്തിന് പടിഞ്ഞാറ് വശം ബോട്ട് തകർന്ന് മത്സ്യത്തൊഴിലാളികളെ കാണാതായി എന്ന വാർത്ത പരന്നതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും ലൈഫ് ഗാർഡുകളും ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചതോടെയാണ് ആലപ്പുഴയുടെ തീരം ഭീതിയെ അഭിമുഖീകരിച്ചു തുടങ്ങിയത്. എന്നാൽ കടലിൻ്റെ പ്രക്ഷുബ്ധമായ അവസ്ഥ തിരച്ചിൽ ദുസ്സഹമാക്കി. ഇതേ തുടർന്ന് അധികാര കേന്ദ്രങ്ങൾ നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും സഹായം അഭ്യർത്ഥിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ 2 ഹെലികോപ്റ്ററുകളും ആലപ്പുഴയുടെ തീരത്ത് തിരച്ചിലിനായി വട്ടമിട്ട് പറന്നു. ഇതിനിടെ തകർന്ന ബോട്ടിൻ്റെ ഒരു ഭാഗം തീരത്തടിഞ്ഞത് ഭീതിയുടെ ആക്കം കൂട്ടി. എന്നാൽ അത് 3 ദിവസം മുൻപ് നങ്കൂരമിട്ട് കിടന്ന ബോട്ട് തകർന്നതിൻ്റെ അവശിഷ്ടമാണെന്ന് ബോട്ടുടമ ബാബു തിരിച്ചറിഞ്ഞതോടെ ആശങ്കയ്ക്ക് അയവ് വന്നു. ഇന്നലെ 11 മണിയായിരുന്നു ലൈറ്റ്, രാവിലെ ഇല്ല, കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ തോട്ടപ്പള്ളി ഇപ്പോൾ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുത്ത് കാണുന്നില്ലെന്നും പറഞ്ഞു കൊടുത്തേച്ച് ഇപ്പോൾ വന്നപ്പോഴേ ഇവിടെ ഒരു സാറ് വിളിച്ചിട്ട് ഇങ്ങോട്ട് ഇവിടെ ഒരു അവശിഷ്ടങ്ങൾ. അപ്പോൾ എൻ്റെ സ്റ്റോറിൽ ഇപ്പോൾ ഞങ്ങൾ നമ്പർ ഇറങ്ങിയിട്ട് ഒക്കെ സ്റ്റോറ് പലവയ്ക്കൊക്കെ അടയാള മാർഗം കൊടുക്കുന്നത് നമ്മൾ ചെയ്തത്. എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 3 പേരേ ഉള്ളൂ. സാറന്മാരെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അവർ 10-12 പേരുണ്ടായിരുന്നു. അവർ ഇറങ്ങിക്കഴിഞ്ഞ് അവർ ചാകരയല്ലേ, ചാകരയെന്ന് ഇറങ്ങി ഞങ്ങൾ തെക്കോട്ട് ഓടിയപ്പോഴേ ഈ അന്തരീക്ഷം മാറി വന്നതും. സംഭവമറിഞ്ഞ് 100 കണക്കിന് ആളുകൾ ആലപ്പുഴ ബീച്ചിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്നത് പിരിമുറുക്കം വർദ്ധിപ്പിച്ചു. എന്നാൽ 3.5 മണിക്കൂർ നേരത്തെ തിരച്ചിലിനിടയിലും അപകട സൂചനകൾ ഒന്നും തന്നെ ലഭ്യമായില്ല. തുടർന്ന് ജില്ലാ ഭരണകൂടം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മത്സ്യത്തൊഴിലാളികൾ ആരെയും കാണാതായിട്ടില്ല എന്ന സ്ഥിരീകരണം വന്നു. ഇതോടെ മണിക്കൂറുകൾ നീണ്ട അപകടഭീതി ആലപ്പുഴയെ വിട്ടകന്നു.